നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 19 ബുധനാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. NZYQ സംഘത്തിലെ 3 അംഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഓസ്ട്രേലിയൻ പദ്ധതിയെ നൗറു പ്രസിഡന്റ് പിന്തുണച്ചു. ഈ 3 പേർക്ക് ക്രിമിനൽ ചരിത്രമുണ്ടെന്നും ഒരാൾ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് വെളിപ്പെടുത്തിയിരുന്നു. 3 പേർക്കും 30 വർഷത്തെ വിസയും നൗറുവിൽ സ്ഥിരതാമസിക്കാനും ജോലി ചെയ്യുവാനും അവകാശവും നൽകിയിട്ടുണ്ടെന്ന് നൗറു പ്രസിഡന്റ് ഡേവിഡ് അഡയാങ് പറഞ്ഞു. അതേസമയം 3 പേരെ ഏറ്റെടുക്കുവാൻ നൗറുവിന് എത്ര പണം നൽകിയെന്നോ മറ്റിളവുകൾ വാഗ്ദാനം ചെയ്തിരുന്നോ എന്ന് പറയാൻ സർക്കാർ വിസമ്മതിച്ചു. എന്നാൽ കരാർ നൗറു നിർദ്ദേശിച്ചതാണെന്ന് ബർഗ് പറഞ്ഞു. 2032 ബ്രിസ്ബെൻ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഗെയിംസ് പ്രധാന സ്റ്റേഡിയത്തിന്റെ സ്ഥാനം ക്വീൻസ്ലാൻഡ് സർക്കാർ അടുത്ത മാസം പ്രഖ്യാപിക്കും. ഗെയിംസ് അടിസ്ഥാന സൗകര്യങ്ങൾ അവലോകനം ചെയ്യുന്ന സ്വതന്ത്ര സമിതി മാർച്ച് 8-ന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. മാർച്ച് 24-ന് ക്യാബിനറ്റ് ഡെലിവറി പ്ലാനിൽ ഒപ്പിടുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി, കോമൺവെൽത്ത് എന്നിവയുൾപ്പെടെയുള്ള ഗെയിംസ് പങ്കാളികളുമായി സർക്കാർ ആശയവിനിമയം നടത്തും. അന്തിമ തീരുമാനങ്ങൾ മാർച്ച് 25-ന് പ്രഖ്യാപിക്കും. വാർത്താ ഉള്ളടക്കത്തിന് വലിയ ടെക് കമ്പനികൾ ഓസ്ട്രേലിയൻ മാധ്യമ കമ്പനികൾക്ക് പണം നൽകുന്നതിനുള്ള നീക്കത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ ലേബർ സർക്കാർ വൈകിപ്പിക്കുന്നതായി പ്രതിപക്ഷം. പുതിയ സംരംഭത്തിന്റെ രൂപകൽപ്പന ഇതുവരെ നിർണയിച്ചിട്ടില്ല. കോഡിനെ കുറിച്ചുള്ള ഒരു കൺസൾട്ടേഷൻ പേപ്പർ ഈ വർഷം ആദ്യം പുറത്തിറക്കേണ്ടതായിരുന്നു. എന്നാൽ സർക്കാർ നടപടികൾ വൈകിപ്പിക്കുന്നതായാണ് പ്രതിപക്ഷ ആരോപണം. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ പലിശ നിരക്ക് കുറച്ചു. 4 വർഷത്തിനിടെ ആദ്യമായാണ് മറ്റ് പ്രധാന ആഗോള സെൻട്രൽ ബാങ്കുകളുമായി ചേർന്ന് പലിശ നിരക്ക് കുറച്ചത്. ക്യാഷ് റേറ്റ് ടാർഗറ്റ് 25 ബേസിസ് പോയിന്റ് കുറച്ച് 4.35% നിന്ന് 4.10% പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി സെൻട്രൽ ബാങ്ക് 2023 നവംബർ മുതൽ പോളിസി നിരക്ക് 4.35% നിലനിർത്തിയിരുന്നു. വെർജിൻ ഓസ്ട്രേലിയയും ഖത്തർ എയർവേസും ഒന്നിച്ച് കൈകോർത്തുകൊണ്ടുള്ള സർവീസുകൾക്ക് പിന്തുണ അറിയിച്ച് ഓസ്ട്രേലിയ. ഇത് വിമാനയാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങളും സർവീസുകളും ഉറപ്പു നൽകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന്റെ കരട് തീരുമാനത്തിന് ഇടക്കാല അംഗീകാരം നൽകിയിട്ടുണ്ട്. വൈറ്റ് ലീസിംഗ് എന്നറിയപ്പെടുന്ന ക്രമീകരണത്തിൽ ഖത്തർ എയർവേസ് വിമാനങ്ങളും ക്രൂവും ഉപയോഗിച്ച് ജൂൺ ആദ്യം തന്നെ വെർജിൻ സർവീസ് ആരംഭിക്കും. ജീവനക്കാരോട് മോശം പെരുമാറ്റം നടത്തിയതിന് ഗോൾഡ് കോസ്റ്റ് കൗൺസിലർ ബ്രൂക്ക് പാറ്റേഴ്സൺ ക്ഷമാപണം നടത്താൻ നിർദ്ദേശം. കൗൺസിലർ ബ്രൂക്ക് പാറ്റേഴ്സൺ 2024 ഒന്നിലധികം അവസരങ്ങളിൽ ജീവനക്കാരെ അധിക്ഷേപിക്കുന്നതും മോശമായി പെരുമാറുന്നതും സ്വതന്ത്ര അന്വേഷണത്തിൽ കണ്ടെത്തി. കൺസൾട്ടൻസി സ്ഥാപനമായ ആഷ്ഡിയിലാണ് ബ്രൂക്ക് പാറ്റേഴ്സിനെതിരായ 4 ആരോപണങ്ങൾ അന്വേഷിക്കുകയും പരാതി ശരിവെക്കുകയും ചെയ്തത്. മാർച്ചിൽ നടക്കുന്ന അടുത്ത കൗൺസിൽ യോഗത്തിലാണ് പാറ്റേഴ്സൺ ക്ഷമാപണം നടത്തുക. 61ാമത് വെനീസ് ബിനാലെയിലെ ഓസ്ട്രേലിയൻ പവലിയൻ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഒരു കലാകാരനും ആഗ്രഹിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ട മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ട് മുൻ ഡയറക്ടർ എലിസബത്ത് ആൻ മക്ഗ്രേഗർ അന്താരാഷ്ട്ര കലാമേളയിൽ ഓസ്ട്രേലിയയുടെ പ്രതിനിധിയാകുമെന്ന് പ്രഖ്യാപിച്ച് 6 ദിവസത്തിന് ശേഷം കരാർ റദ്ദാക്കിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ. ലെബനൻ വംശജനായ ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റ് ഖാലിദ് സബാബിയുടെ ഓഫർ റദ്ദാക്കിയതിന് ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ടെന്നും മക്ഗ്രേഗർ അഭിപ്രായപ്പെട്ടു. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും കാട്ടുതീ ഭീഷണിയും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പെർത്തിൽ നിന്ന് 376 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വിൻഡി ഹാർബറിലെ നഗരമേഖലയ്ക്ക് പടിഞ്ഞാറായി കാട്ടുതീ പടരുന്നതിനാൽ അടിയന്തര മുന്നറിയിപ്പ് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചു. കൂടാതെ നോർത്ത് ക്ലിഫ് നഗരത്തിലായി ഒരു വാച്ച് ആൻഡ് ആക്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 230-ൽ കൂടുതൽ അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണാതീതമാക്കുവാനുള്ള ശ്രമത്തിലാണ്. വിൻഡി ഹാർബർ പ്രദേശത്തെ താമസക്കാരോട് ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഖത്തർ അമീറും പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദം ശക്തിപ്പെടുത്തുവാൻ തീരുമാനമായി. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കുവാൻ ചർച്ചകളിൽ തീരുമാനമായി. 5 ധാരണാപത്രങ്ങളിലും 2 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു.
ചർച്ചകളിലെ തീരുമാനം സംബന്ധിച്ച് വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺ കുമാറാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാർ ഇന്ന് സ്ഥാനമേൽക്കും. നിയമനത്തിനെതിരായ ഹർജികളും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 2023 പുതിയ നിയമമനുസരിച്ച് നിയമിതനാകുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുവാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ച് ശശി തരൂർ MP. വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നേരത്തെ ആവശ്യപ്പെട്ടതാണെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ശശി തരൂർ പറഞ്ഞു. വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിലും വളർത്തുന്നതിലും കേരളം നടത്തിയ മുന്നേറ്റത്തിൽ അഭിമാനമുണ്ടെന്ന് നടൻ മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലാണ് മമ്മൂട്ടിയുടെ ആശംസാ വീഡിയോ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചെന്ന് പരാതി. പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ താൽക്കാലിക കായിക അധ്യാപകനായ മദനെതിരെയാണ് പരാതി. കുട്ടിയെ ചൂരലിനടിച്ചു, കഴുത്തിൽ പിടിച്ച് നിലത്തിട്ട് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. ക്ലാസ് ടീച്ചറും മറ്റു 3 അധ്യാപകരും ചേർന്ന് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും പരാതിയുണ്ട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.